നമ്മളിപ്പോൾ ഉള്ളത് ബിയുടെ ഒരു കമേഴ്ഷ്യൽ പ്രൊജക്റ്റിലാണ്. ഇവിടെ മെയിൻലി നമ്മൾ ചെയ്യുന്നത് ബാത്റൂം വാട്ടർ പ്രൂഫിംഗ്, അതേപോലെ വാട്ടർ ടാങ്ക് വാട്ടർ പ്രൂഫിംഗ് ആണ്. നമുക്കതൊന്ന് പരിചയപ്പെടാം. ലെറ്റ്സ് ഗോ. ഈ ബിൽഡിങ്ങിന്റെ ഒരു ഓൾമോസ്റ്റ് 450 സ്ക്വയർ ഫീറ്റ് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്കിൻ്റെ അകത്താണ് നമ്മളുള്ളത്. നിങ്ങളിപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇത് നമ്മളെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഐഡിയൽ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നല്ലേ, നമ്മളിപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലോസ്ലി വാച്ച് ചെയ്താൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളൊരു മെഷ് കാണാം. നമ്മളിത് ആദ്യം ഫുള്ള് കഴുകി പെർഫെക്റ്റ്ലി കഴുകി വൃത്തിയാക്കി സിമെൻറ്റ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിപ്പ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ജോയിൻറ്റ്സ് ഒക്കെ ഒന്ന് കർവ് ചെയ്യും. ഒന്ന് കർവ് ചെയ്ത് എൻറ്റയർ പോർഷൻ നമ്മളിപ്പോൾ 45 GSM മെഷ് ബോണ്ടിങ് ഏജൻറ്റിൽ ഫിക്സ് ചെയ്യണം. എൻറ്റയർ പോർഷൻ ഇപ്പം എല്ലാം ഇത് ഓവറോൾ മെഷ് ഫിക്സ്ഡ് ഏരിയ ആണ്. ഈ മെഷ് 45 GSM മെഷ് ഫിക്സ് ചെയ്തതിൻ്റെ മേലെ നമ്മുടെ ഈ ഹെവി ഡ്യൂട്ടി എപ്പോക്സി ഹാർഡനർ ആൻഡ് റെസിൻ വരുന്ന ഒരു കിറ്റാണ്. അത് നല്ല ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് അതിനൊക്കെ സെറ്റിംഗ് ടൈം ഉണ്ട്. എപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എപ്ലിക്കേഷൻ റോങ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. ക്രാക്സ് വരും, ബബിൾസ് ഫോം ആവും, നമ്മൾ പൊട്ടി വരും ചെയ്ത ലെയർ. സോ നമ്മളെ എപ്ലിക്കേഷൻ സൈഡ് വളരെ കറക്റ്റ് ആക്കിയിട്ട് കറക്റ്റ് പ്രൊപ്പോർഷനിൽ കറക്റ്റ് സെറ്റിംഗ് ടൈം വെച്ച് 2 ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് നമുക്കിത്. ഇനി ഇത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് 1 വീക്ക് കഴിഞ്ഞ് ഒരു ഇൻസ്പെക്ഷൻ കൂടെ നടത്തിയിട്ട് എന്തെങ്കിലും ബബിൾസോ കാര്യങ്ങളോ ഇതിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് അത് കറക്റ്റ് ഒരു പ്രാവശ്യം കൂടെ റിപ്പയർ ചെയ്ത് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എന്തെങ്കിലും ഒരു സിംഗിൾ ടെസ്റ്റ് ഇത് ചെയ്യുമ്പം വന്നു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് സെറ്റായതിനു ശേഷം ബബിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ അടിച്ച ലെയറിൽ ബബിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു 1 വീക്കിന് ശേഷം ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം നിറക്കാൻ പാടുള്ളൂ. കറക്റ്റ് മെത്തേഡിലാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒരുപാട് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. ടൈലിടേണ്ട കോസ്റ്റ് ഒക്കെ നമുക്ക് സേവിങ് ആണ്. ഡയറക്റ്റ് ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ഇയേഴ്സ് മിനിമം ഇതിന് ലൈഫ് കിട്ടും. ഇനി 5 ഇയേഴ്സ് കഴിഞ്ഞാൽ ജസ്റ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്താൽ മതി.